Hello everyone, welcome back to my YouTube channel Nanda's Vlog. So, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇന്നലെ നമ്മൾ ഷാർജയിലെ ദെയ്ത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്തൊരു വ്ളോഗാണ്. അവിടെ ഒരു കോട്ടയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആ കോട്ടയുടെ അടുത്തായിട്ട് തന്നെ ഇതേപോലെ ഈത്തപ്പഴത്തിൻ്റെ ഫാമാണോ അല്ലെങ്കിൽ ഒരു ഗാർഡനായിട്ട് സെറ്റ് ചെയ്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 7 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ കോട്ടയിൽ അവിടെ കാണാൻ പോയി. അവിടെ നിറയെ ഈത്തപ്പഴം കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ചിലതൊന്നും ഇന്നും പഴുത്തില്ല, ചിലതിങ്ങനെ പഴുത്ത് വരുന്നത്. ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വാട്ടർ പോകുന്ന ഒരു സംവിധാനമാണ് ഇത്. ഇവിടെയും ഉണ്ട്, പിന്നെ കോട്ടയുടെ ഉള്ളിലും ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടു. ചിലതൊക്കെ ഇങ്ങനെ ഗ്രില്ലിട്ട് മൂടി വെച്ചിട്ടുണ്ട്, ചിലത് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടന്ന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇതേപോലെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം പോയി പിന്നെയാണ് നമ്മൾ കോട്ടയിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് തടവ് പുള്ളികളെ താമസിപ്പിച്ചിരുന്ന ഒരു ജയിലാണ്. പിന്നെ അത് കാലക്രമേണ നശിച്ചു പോയി. ഇപ്പോൾ വീണ്ടും 2022 ഇത് ഗവൺമെൻറ് റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീ ഒന്നും വേണ്ട, എൻട്രി ഫീ ഒന്നും വേണ്ട, ഇപ്പോൾ ഫ്രീ ആണ്. ആ കോട്ടയുടെ അകത്ത് കാണാൻ വേണ്ടി കുറേ കാഴ്ചകളുണ്ട്. അതേപോലെ നമുക്കിതെല്ലാം കാണിച്ചു തന്ന് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ദിലീപ് സാറാണ്. സോ ബിഗ് താങ്ക്സ് ടു ദിലീപ് സാർ. പണ്ട് കാലത്ത് ഈ അറബി പീപ്പിൾസ് എല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ ഇവരിതേപോലെ ഈത്തപ്പഴം, ചെറുനാരങ്ങ ഒക്കെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോരുന്ന സാധനങ്ങളാണ്. അവിടെ അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഒരു ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അറബിക് പീപ്പിൾ പണ്ട് കാലത്ത് അവരെ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പാത്രങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കിച്ചൺ മാതിരി തന്നെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. പാത്രത്തിൻ്റെ അടിയിലായാലും തീ പോലെ ഉണ്ട്. അത് ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തതാണ്, പക്ഷെ കാണുമ്പോൾ തീ മാതിരി ഉണ്ട്.
അവിടെയുള്ള സ്റ്റോർ റൂമാണ്. അവിടെ ഈത്തപ്പഴം, അതേപോലെ അരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇവിടെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ചുമരുകളും ഇവർ മണ്ണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലത്ത് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയത് നമ്മളെ തഴപ്പാഴയുടെ ഉള്ളിൽ ഈത്തപ്പഴം നിറച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടി മെതച്ച് ആ ഒരു നീര് കളക്ട് ചെയ്തിട്ടാണ് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെമോ ഒക്കെ വെച്ച് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഈ പക്ഷികളെല്ലാം ഒറിജിനൽ പക്ഷികളാണ്. ഇത് ചത്തുപോയതിന് ശേഷം കെമിക്കൽ അടിച്ച് ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ്. പലതരത്തിലുള്ള പക്ഷികളുണ്ട് അവിടെ. പിന്നെ നമ്മൾ അപ്സ്റ്റെയറിൽ വന്നു. നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിട്ടോ. പണ്ട് കാലത്ത് ഒരു റോയൽ ഫാമിലി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം മാതിരി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളും അവർ ഉപയോഗിച്ചതാണ് എന്നാ പറയുന്നത്.
ഇവിടെ പണ്ടുകാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന തോക്കുകളും ആയുധങ്ങളൊക്കെയാണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ തോക്കുകൾ പിന്നെ വാളുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കോട്ടയൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ച് പോകാൻ നേരം ദിലീപ് സാറ് നമുക്കൊരു ബൗൾ നിറയെ ഈത്തപ്പഴം തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.